നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോളം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചോളത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു കുക്കറിലിട്ടിട്ട് നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപ്പ്, മുളക്, ചാട്ട് മസാല, എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു മസാല കൂട്ട് ഉണ്ടാക്കാം കേട്ടോ. അത് നമ്മുടെ ചോളയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക. നല്ല ടേസ്റ്റാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോളയിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. നല്ല ചൂടാണ് കേട്ടോ, കാരണം ഇപ്പോൾ തീയിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നല്ല ചൂടാണ്. കുട്ടികൾക്കൊന്നും ഈ എരിവ് പറ്റില്ല. അപ്പോൾ അല്ലാതെ നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റും. നമുക്ക് വേവിച്ചിട്ട് വെറും ഉപ്പിലിട്ടിട്ട് അങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, തിന്നാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അതെന്ത് ചെയ്യാം, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് ഇതിൽ മുരിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം, കമൻറ്റ് ഇട്ടോളൂ. പിന്നെ അടുത്ത് കുറച്ചും കൂടെ നമുക്ക് ബാക്കി വന്ന ചോളം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മളിൽ അങ്ങനെ പോലെ പറിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, പിന്നെ മല്ലിൻ്റെ ഇല എല്ലാം കൂടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളികൾ, വേപ്പിൻ്റെ ഇല, പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചാട്ട് മസാല കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പാകത്തിന് എരിവ് വേണ്ടവർക്ക് വീണ്ടും മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഉള്ളിയെല്ലാം കടിക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ വാസന എല്ലാം വരുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഓക്കെ.